ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കട്ട് വർക്ക് സാരി, അതും ചന്തേരി സിൽക്കിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡും, രണ്ട് സൈഡിലും ബോർഡർ ആട്ടോ ലോവർ പോർഷനിലും വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കട്ട് വർക്ക് ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, വെയ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല. അതൊക്കെ ഈ സാരിയുടെ പ്രത്യേകതയാണ്. പിന്നെ ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ, സെൽഫായിട്ടുള്ള ആ എംബ്രോയ്ഡറി വർക്ക്. അതോടൊപ്പം തന്നെ ഒരു വൈറ്റ്, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള, അത് നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് വന്നേക്കണം. ഒത്തിരി എടുത്ത് നിൽക്കുന്നില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ എളുപ്പമാണ്. വൺ പ്ലീറ്റ് ആയിട്ടെല്ലാം വെയർ ചെയ്യാം, അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടും വെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വിടർത്തിയിട്ടിരിക്കുന്നതില്ലേ, ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരി തന്നെയല്ല. ഇതിൻ്റെ കട്ട് വർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇതുണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിന് വേറൊരു ഡിസൈനും. അങ്ങനെ രണ്ട് ഡിസൈനിലാണ് സെയിം കളറ്, രണ്ട് എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടി ആട്ടോ വരുന്നത്. അങ്ങനെയാണ് ഞാനിതെല്ലാം കാണിക്കുന്നത്. രണ്ട് ഡിസൈനുണ്ട് വരുന്നത്. മെറ്റീരിയൽ എല്ലാം സെയിം, റേറ്റ് എല്ലാം സെയിം. 2309 ഈ സാരി വന്നിരിക്കുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ കട്ട് വർക്കിൽ സ്വല്പം ഡിഫറൻസ്, എംബ്രോയ്ഡറി വർക്കിലും അത് മാത്രമേ മാറ്റമുള്ളൂ. ഇങ്ങനെയാണ് ഇത് ബോഡി പാർട്ട് ഫുള്ള് വരിക. വളരെ സോഫ്റ്റ് ആട്ടോ, വെയ്റ്റ്ലെസ് ആണ്, അതുപോലെ ട്രാൻസ്പെറൻറ്റും അല്ല. പിന്നെ ഇതിനെ നമുക്ക് വൺ ലെയർ ആയിട്ട് ഇടാം, അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ട് നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. യാതൊരു പ്രോബ്ലം ഇല്ല, സിമ്പിളായിട്ട് നമുക്കിത് വെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊന്ന് പറഞ്ഞോട്ടെ, ഇത് കണ്ടോ, ഈ സ്കാലപ്പ് കഴിഞ്ഞുള്ള ഒരു ഭാഗം ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും തന്നെ പറയും അത്. കാരണം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഓരോ ഇത് ചെയ്യുന്നതിൻ്റെ ഈ സ്കാലപ്പ് വന്നു കഴിഞ്ഞുള്ള ഭാഗത്താണ് ഈ കട്ടിങ് തന്നെ. പിന്നെ ഇത് ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ, ആ ബോർഡർ, അങ്ങനെയാണ് സാരി വരുന്നത്. ഇങ്ങനെയാട്ടോ വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്കും ആ എംബ്രോയ്ഡറി വർക്കും വരുന്നു. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ്. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സും ഉണ്ടല്ലോ, ഏതാ എടുക്കണ്ടേ എന്നൊരു ഡൗട്ട് മാത്രമേ നമുക്ക് വരുവുള്ളൂ. അതുപോലെ ഉള്ള ഷെയ്ഡ്സിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന കട്ട് വർക്കും ആ എംബ്രോയ്ഡറി വർക്കും കൂടെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ പല്ലു പോർഷനാണ്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരുന്നത്. ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലും ആട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഹാഫായിട്ട് തന്നെ വരുന്നു. വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും ബോർഡറും എത്തി തന്നെ വരുന്നു. പിന്നെ അതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് എംബ്രോയ്ഡറി വർക്കും രണ്ട് ഡിസൈനിലാണ് ഇത് വന്നേക്കണേന്ന്. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ രണ്ട് ഡിസൈൻ. ഇത് നെക്സ്റ്റ് ഷെയ്ഡ്, ഇതൊരു ഷെയ്ഡ്, ഇതൊരു ഷെയ്ഡ്. റേറ്റ് 2309. ഇതൊരു ലൈറ്റ് ലാവണ്ടറാണ് കേട്ടോ. ഡിസൈൻ എല്ലാം സെയിം തന്നെ. ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന അതേ ഡിസൈനാട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലുണ്ട്, അതുപോലെ രണ്ട് സൈഡിലും ബോർഡറും വരുന്നുണ്ട്. ഇനി അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതൊരു ബ്രിക്ക് ഷെയ്ഡ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഏത് കളറും ഉണ്ടല്ലോ, ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമാണ്. ഇപ്പം നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുള്ളവർക്കും ഇച്ചിരി കളർ കുറഞ്ഞവർക്കും ആർക്കും ഇണങ്ങുന്ന കളറിൽ തന്നെ ഇതെല്ലാം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസൈൻ, രണ്ട് ഡിസൈൻ. റേറ്റ് 2309. പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഡിസൈൻ എല്ലാം സെയിം തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. അടുത്തത് രണ്ടും രണ്ട് ടൈപ്പിലാന്നേ ഉള്ളൂ. മെറ്റീരിയൽ ചന്തേരി സിൽക്കിൽ വന്നിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ആ എംബ്രോയ്ഡറി വർക്കിലും കട്ട് വർക്കിലുമുള്ള ഒരു ഡിഫറൻസ് മാത്രം. മെറ്റീരിയലും എല്ലാം സെയിമാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരിക 2309. ഇതിലേതാ വേണ്ടതെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ.